ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ +2 ഹിസ്റ്ററി ക്രിസ്മസ് പരീക്ഷയുടെ 1 വേർഡ്സിൻ്റെ ആൻസർ കീ ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്കൊരു മാത്സ് ദ ഫോളോവിങ് ആയിരുന്നു. ആദ്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പറയുന്നുണ്ട്, പിന്നെ മലയാളം മീഡിയത്തിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മെൻറ്റർ ഓഫ് ഗാന്ധിജിയാണ്. ഓക്കെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ എന്താ പറയുക ഗുരു അല്ലെങ്കിൽ മെൻറ്ററാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചൗരി ചൗര ഇൻസിഡൻറ്റുമായിട്ടാണ് ഇവിടെ നമുക്ക് റിലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ചൗരി ചൗര ഇൻസിഡൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് എന്താണ്? ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം എടുക്കുന്നത്. സോ അത് ലാഹോർ സെഷനാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തെ ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ലീഡറാണ്. ആര്? ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ഫൗണ്ടർ ഓഫ് ദ മുഗൾ എംപയർ. മുഗൾ എംപയറിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ബാബറാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബാബർ. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കുറേ 1 വേർഡ്സ് ചോദിച്ചിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ കൺട്രി റൂൾഡ് ബൈ ദ സഫാവിഡ്. സഫാവിഡുകൾ ഭരിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറാനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ, ഇറാനാണ് സഫാവിഡ്സ് എന്ത് ചെയ്തത് ഭരിച്ചിരുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, ഹു ഡിസൈൻ ദ മാർക്കറ്റ് അറ്റ് ചാന്ദിനി ചൗക്ക്. ഇതും അതേ ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ഡിസൈൻ ചെയ്തത് നമ്മുടെ ജഹനാരയായിരുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജഹനാരയായിരുന്നു ചാന്ദിനി ചൗക്ക് ഡിസൈൻ ചെയ്തത്. അഞ്ചാമത്തെ ചോദ്യം, നെയിം ദ ഹെഡ് ഓഫ് എ സർക്കാർ അണ്ടർ ദ മുഗൾസ്. ഇതും ആ ഒരു ചാപ്റ്ററിലുള്ള ചോദ്യമാണ് കേട്ടോ. മുഗൾസിന് എന്താ പറയുക അണ്ടറിലുള്ള സർക്കാരിൻ്റെ ഹെഡ് ആരാന്ന് ചോദിച്ചത്. സർക്കാരിൻ്റെ ഹെഡാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഫൗജ്ദാർ ആയിരുന്നു. ഓക്കെ, ഫൗജ്ദാറാണ് സർക്കാരിൻ്റെ ഹെഡായിട്ട് വരുന്നത്. ഫൗജ്ദാർ, ഓപ്ഷൻ ഡി, ഫൗജ്ദാറാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ക്രൊണോളജിക്കൽ ഓർഡർ പറയുമ്പോൾ ഓർഡർ ഞാൻ വായിക്കാം. ഒന്നാമത്തത് നമ്മുടെ ഏത് വരും? ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആണ് ആദ്യം വരിക. ഓക്കെ, പിന്നെ വരുന്നതാണ് 5th റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് സാന്താൾ റിവോൾട്ടാണ്. നാലാമതായിട്ടാണ് അമേരിക്കൻ സിവിൽ വാർ വരുന്നത്. ഒന്നുകൂടി പറയാം, നോക്കൂ, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ആദ്യം വരും. അടുത്ത ഏതാ വരിക? 5th റിപ്പോർട്ടാണ് വരുന്നത്. മൂന്നാമത് സാന്താൾ റിവോൾട്ട് വരുന്നു. നാലാമത് അമേരിക്കൻ സിവിൽ വാർ വരും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. മലയാളം മീഡിയത്തിൻ്റെ കാര്യം കൂടി പറയട്ടെ. നോക്കൂ, ഇത് ആദ്യം നമുക്ക് മാച്ച് ദ ഫോളോവിങ് ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ മാർഗദർശിയാണ്. ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ മാർഗദർശിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നമുക്കിവിടെ ചൗരി ചൗര സംഭവമായിട്ടാണ് റിലേഷൻ വരുന്നത്. അപ്പോൾ അത് മാച്ച് ചെയ്യുക. ദെൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കൂ, പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് ലാഹോർ സമ്മേളനത്തിലാണ് ആ ഒരു ആശയം ആദ്യമായിട്ട് എടുക്കുന്നത്. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനമാണ് മാച്ച് ചെയ്യേണ്ടത്. ഇനി നാലാമത് ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്. ഓക്കെ, സോഷ്യലിസ്റ്റ് നേതാവാണ് ജയപ്രകാശ് നാരായണൻ. ഇനി രണ്ടാമത്തെ ചോദ്യം, മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ്റെ പേരാരാണ്? യെസ്, നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, ബാബറാണ്. ഓക്കെ, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ബാബറാണ്. മൂന്നാമത്തെ ചോദ്യം, സഫാവിദുകൾ ഭരിച്ചിരുന്ന രാജ്യം ഏതായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, ഇറാനാണ് കേട്ടോ ഉത്തരം വരുന്നത്. സഫാവിഡുകൾ ഇറാനായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ ചോദ്യം, ചാന്ദിനി ചൗക്കിലെ കമ്പോളം രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു? ജഹനാരയായിരുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജഹനാരയാണ് ചാന്ദിനി ചൗക്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. മുഗളന്മാരുടെ കീഴിലെ സർക്കാരുകളുടെ ഭരണത്തലവൻ്റെ പേര്. സർക്കാരുകളുടെ ഭരണത്തലവനാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഓപ്ഷൻ ഡി, ഫൗജ്ദാറാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, സർക്കാരുകളുടെ ഭരണത്തലവൻ ഫൗജ്ദാർ ആയിരുന്നു. ഇവിടെ അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു 3, 4, 5 ചോദ്യങ്ങളും വന്നിട്ടുള്ളത്, 3, 4, 5 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. മറ്റേ ക്രോണിക്കിൾസിൻ്റെ വൃത്താന്തങ്ങളുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ 3 1 വേർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമ്മുടെ കാലഗണന ക്രമത്തിൽ എഴുതാനാണ്. ഇതിൻ്റെ ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ നടപ്പാക്കലാണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് അടുത്ത് എന്താ? 5ാം റിപ്പോർട്ടാണ് വരിക. അടുത്ത മൂന്നാമത്തെ ഏതാ വരിക? സന്താൾ കലാപമാണ് വരിക. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ നടപ്പാക്കൽ, പിന്നെ 5ാം റിപ്പോർട്ട്, അടുത്ത ഏതാ? സാന്താൾ കലാപം, അടുത്ത് വരുന്നത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധമാണ് വരുന്നത്. ഓക്കെ, ഇനി മാപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡൽഹി, ഝാൻസി, ആറ, കാൺപൂർ അല്ലേ? ഡൽഹി, ഝാൻസി, ആറ, കാൺപൂറും ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം കേട്ടോ. ഈ രീതിക്കാണ് നമ്മുടെ മാപ്പിൻ്റെ ആൻസർ വരിക. ഡൽഹി, ഝാൻസി, കാൺപൂർ, ആറ. ഓക്കെ, ഇത് 4 ഈ രീതിക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളിങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം. പ്രോപ്പർ പ്ലേസിൽ തന്നെ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് അങ്ങനെ മാർക്ക് ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എങ്കിലേ നമുക്കവിടെ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ.